അവർ വേറെ. നമ്മൾ അവർ എന്ന് വേർതിരിക്കുന്നതിന് മനുഷ്യർ ഉപയോഗിക്കുന്ന ചില സവിശേഷ പെരുമാറ്റ രീതികളുടെ സംഘാതമാണ് ഗോത്രീയത എന്ന് നമുക്ക് പറയാം. ഈ ഗോത്രീയതയെക്കുറിച്ച് 6 പൊതു നിരീക്ഷണങ്ങളാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. 3 ഭാഗങ്ങളുണ്ട് ഈ പ്രസൻറ്റേഷന്. ഇതാണ് കുറച്ച് ദീർഘമായ ഭാഗം. ഇത് കുറച്ച് വേഗത്തിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ 2 ഭാഗങ്ങൾ കുറേ കൂടി ചെറുതാണെങ്കിലും കുറേ കൂടി പ്രധാനമാണെന്നതുകൊണ്ട് ഇത് ഒരുപക്ഷെ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാമെന്ന് വിചാരിക്കണം. ആദ്യത്തെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ: സ്വഗോത്ര സ്നേഹവും പരഗോത്ര വിരോധവും, ഇൻഗ്രൂപ്പ് ലോയൽറ്റി ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി. രണ്ടാമത്തേത് പ്രതീക പ്രധാനമാണ്. ഗോത്രീയത എന്നത് പ്രതീക പ്രധാനമാണ്. ട്രൈബലിസം ഈസ് ഓൾ അബൌട്ട് സിമ്പിൾസ്. അവിടെ പ്രതീകങ്ങൾ, പതാകകൾ ഇതൊക്കെ അതിപ്രധാനമാണ്. പിന്നെ ഒന്ന് ഫോളോ ദ ലീഡർ. അതാണ് എൻ്റെ കരളിൻ്റെ കഷണമായ എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയാം. ഗോത്രത്തിൻ്റെ തലവൻ, ഗോത്രത്തിൻ്റെ പ്രതിനിധി എന്നാൽ കണ്ണേ, കരളേ, നേതാവേ. ആ നേതാവിനോടുള്ള സമർപ്പണം ഇത് ഗോത്രീയതയുടെ ഒരു പ്രത്യേകതയാണ്. നാലാമത്തേത് വ്യക്തിയല്ല, ഗോത്രമാണ് വലുത്. ഗ്രൂപ്പ് ഈസ് എവറിഥിങ്, ഇൻഡിവിജ്വൽ ഈസ് നത്തിങ്. ഇത് പോപ്പർ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. അഞ്ചാമത്തേത് അയുക്തികത. അയുക്തികത എന്നതാണ് ട്രൈബലിസത്തിൻ്റെ, ഗോത്രീയതയുടെ ഒരു അടിസ്ഥാന സ്വഭാവം. അതിൻ്റെ ഭാഷ തന്നെ അഭിമാനത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കണക്ക് തീർക്കലിൻ്റെയും ഒക്കെ ഭാഷയാണ് ട്രൈബലിസത്തിൻ്റെ ഭാഷ. ആറാമത്തെ വിഷയം ഗോത്രീയത. ട്രൈബലിസം വർക്ക്സ് ത്രൂ ടാബൂസ്. നിയന്ത്രണങ്ങളിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. വിധി വിലക്കുകൾ കൊണ്ടോ മതിലുകൾ സൃഷ്ടിച്ചോ ഒക്കെയാണ് ഗോത്രീയത പ്രവർത്തിക്കുന്നത്. ഈ 6 സംഗതികളാണ് ആദ്യത്തെ ഖണ്ഡം. കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പോകാം. ആദ്യത്തേത് നമുക്കറിയാം, 2 ഗ്രൂപ്പായി നമ്മൾ വേർതിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നമ്മൾ ഗ്രൂപ്പിനെടുത്ത് നോക്കിയാലും അതിൽ നമ്മൾ, മറ്റവർ എന്ന് 2 ഗ്രൂപ്പായി. ഈ നമ്മൾ എന്നവരെപ്പോഴും നല്ലവരും ഭീഷണി നേരിടുന്നവരും പ്രതിരോധത്തിന് നിർബദ്ധരുമാണ്. ഇത് ഏതൊരു ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് കാണാം. ഒരു രാജ്യവും ആക്രമണ സേന ഉണ്ടാക്കില്ല, എല്ലാവരും പ്രതിരോധ സേനയാണ്. ഡിഫൻസ് ആണ് നമ്മുടെ. അവർ ഡിഫൻസ് ഫോഴ്സസ് എന്നാണ് പറയാം. നമ്മൾ പ്രതിരോധിക്കുന്നു, മറ്റവർ ആക്രമണകാരികളാണ്. പുറത്തുള്ള ഗ്രൂപ്പുകൾ ആക്രമണകാരി, എല്ലാ ഗ്രൂപ്പുകാരും, എല്ലാ ഗോത്രക്കാരും എന്നുള്ളതാണ്. ഇനി അവർ, ഈ ഗ്രൂപ്പിന് പുറത്തുനിന്നവരെ എങ്ങനത്തെ ആൾക്കാരാ? അവരെ സംശയിക്കപ്പെടേണ്ടവരാണ്, അക്രമകാരികളാണ് അവർ നമുക്ക് ഭീഷണിയാണ്. ഇതാണ് ഗോത്രീയത എന്നുള്ളൊരു അടിസ്ഥാന സ്വഭാവം. ഇത് ഞാൻ അറിയുന്ന ഒരു മലയാളി വീട്ടമ്മ, ഇടതുപക്ഷാഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടതുപക്ഷക്കാരിയൊക്കെ ആയിരുന്ന ഒരു വീട്ടമ്മ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഗുജറാത്ത് താമസിച്ചിട്ട് അടുത്ത കാലത്ത് കണ്ടപ്പോൾ കേൾക്കാനിടയായ, സാന്ദർഭികമായി കേൾക്കാനിടയായ ഒരു ഇതാണ്. സത്യം പറയാലോ, എനിക്കിങ്ങനെ താടിയും തൊപ്പിയും ഒക്കെ ആയ ഒരാളെ ഞങ്ങളുടെ ഏരിയയിൽ കണ്ടാൽ പേടിയാകും എന്നാണ്. ഞങ്ങളുടെ ഏരിയയിൽ, ഗുജറാത്താണ് സ്ഥലം, മോഡിയാണ് ഭരിക്കുന്നത്, എന്താ ഉദ്ദേശമെന്ന് അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻഗ്രൂപ്പ്, ആ പരഗോത്ര ഭീതി. ഇതെന്ത് ചെയ്യും, ഇയാൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഈ പരഗോത്ര ഭീതി, അന്യഗോത്ര ഭീതി എന്നത് വളരെ ആദിമമായൊരു വികാരമാണ്. അതുപോലെ തന്നെയാണ് സ്വഗോത്ര സ്നേഹവും ഒരു ആദിമ വികാരമാണ്. ഇത് 1936 ഉള്ള ഒരു ബാലസാഹിത്യകൃതിയാണ്. ജൂതനെയും കുറുക്കനെയും വിശ്വസിക്കരുത് എന്നാണ്. അത് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ വന്നിട്ടുള്ള ഒരു ബാലസാഹിത്യകൃതിയാണ്. ഇതുപോലുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ, പുതുച്ചൊല്ലുകൾ ഒക്കെ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓരോ ഇതുപോലുള്ള ഗ്രൂപ്പുകളെയും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കുറിച്ചാവട്ടെ, ദളിതരെ കുറിച്ചാവട്ടെ, ഏതൊരു ഗ്രൂപ്പിനെ നിങ്ങൾ എടുത്തോളൂ, പട്ടന്മാരെ കുറിച്ചിട്ടാവട്ടെ, ഏതൊരു ഗ്രൂപ്പിനെ കുറിച്ചാലും ഇതുപോലുള്ള ചൊല്ലുകൾ നമുക്കിടയിൽ എത്രത്തോളം പ്രചാരത്തിലുണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഗോത്രീയത എന്നുള്ളതിൻ്റെ വ്യാപനം. ഇതിൽ ഈ ആദിമ വികാരത്തിൽ നമ്മൾ മറ്റു ഗോത്രങ്ങളെ സംശയത്തോടെ കാണുന്നത്. ഒന്നുകിൽ അവർ വിഭവങ്ങളാണ്, നമുക്ക് പോയി അവരെ കൊള്ളയടിക്കാം, കൊല്ലാം, അടിമയാക്കാം, മറ്റു തരത്തിൽ ഉപയോഗിക്കാം, അതിനുള്ള ഇരകളാണ്. അവ വിഭവങ്ങളാണ്, അവരുടെ സ്വത്തുകൾ നമുക്കെടുക്കാം, അവരടിമകളാക്കാം. അല്ലെങ്കിലോ അവർ നമ്മെ കൊല്ലാൻ വരുന്ന, കവരാൻ വരുന്ന വേട്ടക്കാരാണ്. ഇങ്ങനെ 2ആയിട്ടാണ് ഗോത്രങ്ങളെ, ഒരു ഗോത്രത്തിൻ്റെ കാഴ്ചപ്പാട്.